എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് പാളയം FC എന്ന സിനിമയെക്കുറിച്ചാണ്. രാഹുൽ മാധവ്, മാല പാർവതി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി 2024 ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് പരാജയപ്പെട്ട ഡ്രാമ ത്രില്ലർ മലയാളം സിനിമയാണ് പാളയം FC. സൈനാപ്ലേ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ നവംബർ 29-ന് ഇന്ന് രാത്രി 12 മണിക്ക് സൈനാപ്ലേ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് സിക്കന്ദർ കാ മുകുന്ദർ എന്ന സിനിമയെക്കുറിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കി അശ്രിത് ജെയിൻ, തമന്ന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ആക്ഷൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ ബോളിവുഡ് സിനിമയാണ് സിക്കന്ദർ കാ മുകുന്ദർ. നീരജ് പാണ്ഡെ സംവിധാനം ചെയ്ത സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് നവംബർ 29-ന് നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീം ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ബ്ലഡി ബഗർ എന്ന സിനിമയെക്കുറിച്ചാണ്. കെവിൻ രാജ് നായകനായി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് പരാജയപ്പെട്ട കോമഡി ഡ്രാമ തമിഴ് സിനിമയാണ് ബ്ലഡി ബഗർ. ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി നവംബർ 29-ന് ഇന്ന് രാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് ഇഷ്. ഇനിയ, ഐശ്വര്യ ദുട്ട, സോണിയ അഗർവാൾ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ഈ തമിഴ് ആന്തോളജി സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് നവംബർ 29-ന് ആഹാ തമിഴ് വഴി സ്ട്രീം ചെയ്യുന്നതാണ്. ലെസ്റ്റ് സ്റ്റോറീസിന്റെ തമിഴ് റീമേക്ക് കൂടിയാണ് ഇഷ്. അടുത്ത അപ്ഡേറ്റ് ഹെർ എന്ന മലയാളം വെബ് സീരീസിൻ്റെതാണ്. ഉർവശി, ഐശ്വര്യ രാജേഷ്, പാർവതി, രമ്യ നപേശൻ എന്നിവർ ഒന്നിച്ചുകൊണ്ട് മനോരമ മാക്സ് വഴി പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാളം ആന്തോളജി വെബ് സീരീസാണ് ഹെർ. ഈ കോമഡി ത്രില്ലർ വെബ് സീരീസ് നവംബർ 29-ന് ഇന്ന് രാത്രി 12 മണിക്ക് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന മറ്റൊരു ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ വെബ് സീരീസ് ആണ് പാരച്യൂട്ട്. ഇതൊരു തമിഴ് വെബ് സീരീസ് ആണ്. കിഷോർ കുമാർ നായകനെത്തുന്ന ഈ ഡ്രാമ ത്രില്ലർ വെബ് സീരീസ് നവംബർ 29-ന് ഇന്ന് രാത്രി 12 മണിക്ക് ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. കൃഷ്ണൻ പ്രണയസഖി എന്നൊരു കന്നഡ സിനിമ കൂടി ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുകയാണ്. സൺനെക്സ്റ്റ് OTT അവകാശങ്ങൾ സ്വന്തമാക്കി ഗണേഷ്, മാളവിക നായർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായെത്തിയ ചിത്രം നവംബർ 29-ന് ഇന്ന് രാത്രി 12 മണിക്ക് സൺനെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ബ്രദർ എന്ന സിനിമയെക്കുറിച്ചാണ്. ജയം രവി നായകനായി C5 OTT അവകാശങ്ങൾ സ്വന്തമാക്കി ഒക്ടോബർ 31-ന് തിയേറ്ററുകളിലേക്ക് പരാജയപ്പെട്ട തമിഴ് കോമഡി ഡ്രാമ ഫാമിലി സിനിമയാണ് ബ്രദർ. രാജേഷ് മുത്തു കുമാരസ്വാമി സംവിധാനം ചെയ്ത സിനിമ നവംബർ 29-ന് ഇന്ന് രാത്രി C5 വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് മദനോത്സവം എന്ന സിനിമയെക്കുറിച്ചാണ്. 2023 ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് സുരാജ് വെഞ്ഞാറമൂട്, ബാബു ആന്റണി എന്നിവർ തകർത്തഭിനയിച്ച കോമഡി ഡ്രാമ മലയാളം സിനിമയാണ് മദനോത്സവം. തിയേറ്ററിൽ നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയത് സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി സിനിമ എന്ന് OTT റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡിസംബർ മാസം ഫസ്റ്റ് വീക്കിൽ, അതായത് ഡിസംബർ 6-ന് ചിത്രം മനോരമ മാക്സ് വഴി നമുക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.